നമുക്ക് മറ്റ് ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഹർത്താലിന് വരെ കാരണമായിരുന്നു. അതിലുണ്ടായ സംഘർഷങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്നവർ ഇതാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കരുതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പോലീസ് സഹായത്തോടെ CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്നലെ ഹർത്താൽ ആചരിച്ചിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോൺഗ്രസിന്റെ ഒരു ആരോപണം, ഒരു ആക്ഷേപമാണത്. അത് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ 10,000-ഓളം വോട്ടർമാരെ, കോൺഗ്രസ് അനുകൂല വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അത് വിജയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണോ CPM-ഉം വിമതരും മറ്റും അവിടെ ജയിച്ചത്? രഞ്ജിത്ത്, അടിമുടി പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നാണ് കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു എന്നവർ പറയുന്നു. പോലീസിനെതിരെയും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും നടപടി ആവശ്യവും ഈ ഹർജിയിൽ ഉണ്ടാവും എന്നാണ് കോൺഗ്രസ് DCC പ്രസിഡന്റ് നേരത്തെ അറിയിച്ചത്. മെഡിക്കൽ കോളേജ് ICPയുടെ നേതൃത്വത്തിൽ പോലീസ് CPM ഈ അതിക്രമങ്ങൾ ചെയ്യുമ്പോൾ അവ കൈയും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ്. വ്യാപകമായി സ്ത്രീകൾക്കും മറ്റ് വോട്ടർമാർക്കുമെതിരെ അക്രമങ്ങൾ നടന്നപ്പോഴും അവ ഒന്നും പരാതി പല ഘട്ടങ്ങളിൽ പറഞ്ഞപ്പോഴും അതൊന്നും പരിഗണിച്ചില്ല. വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയ തങ്ങളുടെ വോട്ടർമാരെ അടിച്ചൊടിച്ചിരുന്നു എന്നും ഇവർ പരാതി പറയുന്നു. വ്യാപകമായി കള്ളവോട്ടും അട്ടിമറിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. എന്നാൽ റിട്ടേണിംഗ് ഓഫീസറിന്റെ സമക്ഷം ഇക്കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ എത്തിച്ചെങ്കിലും അവയൊന്നും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്നും അവർ പറയുന്നു. എന്തായാലും 36,000-ലധികം വോട്ടർമാരുള്ളതിൽ 4-1 വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മറ്റുള്ള ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അതിന്റെ മുൻവശത്ത് തമ്പടിച്ചിരുന്ന CPM പ്രവർത്തകർ അടിച്ചോടിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നിഷ്പക്ഷമായി കോടതിയുടെ സാന്നിധ്യത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തണം, അതായത് ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അസാധുവാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും 61 വർഷമായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്കാണ്. വിമതരുടെ സഹായത്തോടുകൂടിയാണ് CPM ഇപ്പോൾ ഭരണത്തിൽ കയറിയിരിക്കുന്നത്. 7 വിമതരും 4 CPM പ്രവർത്തകരുമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജയിച്ചിരിക്കുന്ന സാഹചര്യം. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് ഇത്തരത്തിൽ ഒരു വിമതർ തലപൊക്കാൻ ഇടയാക്കുകയും അങ്ങനെ വിമതർ ബാങ്കിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ കാണുന്നതിന് വിഭിന്നമായി KPCC പ്രസിഡന്റ് പോലും നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും മറ്റ് പ്രമുഖരായ നേതാക്കളൊക്കെ സ്ഥലത്തെത്തി വോട്ട് പിടുത്തം അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു. എന്തായാലും 100 കോടിക്ക് മേൽ ആസ്തിയുള്ള ബാങ്കാണ്. വിവിധ സൂപ്പർ മാർക്കറ്റുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, 7 ശാഖകൾ, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥലം, അങ്ങനെ വലിയ ആസ്തിയുള്ള ഒരു ബാങ്കാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ആ ബാങ്കിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. മറുവശത്ത് രാഷ്ട്രീയ പ്രചാരണ ആയുധമായി ഇക്കാര്യം ഉപയോഗിക്കുന്നുണ്ട്. ഉടൻ തന്നെ കമ്മീഷൻ ഓഫീസ് മാർച്ച് അടക്കമുള്ളവ വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. ഇന്നലെ നടന്ന ഹർത്താലിൽ വ്യാപകമായ അക്രമങ്ങൾ ജില്ലയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായും നിയമ പോരാട്ടമായും മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കോൺഗ്രസ് കടക്കുകയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന് ഈ തങ്ങളുടെ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാനാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.